Twinkle twinkle little star. എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഇതാണ് ടീം ക്യാപ്ചറിംഗ് ഡ്രോൺ മെഷീൻ. അതായത് ഒരു കള്ളൻ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ആ കള്ളന്റെ പുറകിൽ ഓടിച്ചെന്ന് പിടിക്കണമെന്നില്ല. പകരം ഈ ഡ്രോണിനെ അവന്റെ പുറകിൽ അയച്ചാൽ മതി. അപ്പോൾ ഈ മെഷീൻ ആ കള്ളനെ കണ്ടുപിടിച്ച് നിങ്ങളടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പ്രൊഫസറെ, ഈ ഗാഡ്ജറ്റ് പ്രൊഫസറെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്ത പോലെ ഉണ്ടല്ലോ. ഗട്ടു, ഇനി നോക്കിക്കോ നമ്മുടെ ഏജൻസി എങ്ങനെ കള്ളന്മാരെ പിടിക്കാൻ പോന്നേന്ന് നോക്കിക്കോ. ശരി ഗട്ടു, ആദ്യം നീ ഇവിടെ കള്ളനെ പോലെ ഓട്. നിന്റെ പിന്നാലെ ഡ്രോണിനെ വിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ? ശരി ഞാൻ പോവാം. പക്ഷെ നീ എന്തെങ്കിലും വിവരക്കേട് കാണിക്കരുത് പട്ടു. അത് ഞാനാ വിവരക്കേട് കാണിക്കാൻ? ഞാനൊരു മണ്ടനാ? നീ നോക്ക് ഞാൻ എത്ര ബുദ്ധിശാലിയാണെന്ന്. Carry on, carry on. എന്ത് കഷ്ടമാണിത്. ഇത് എന്റെ പുറകിൽ പോകുന്നില്ലല്ലോ. ഞാനാണ് ഇൻസ്പെക്ടർ മന്മാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ബട്ടു, നീ ആ ചുമന്ന ബട്ടൺ പെട്ടെന്ന് അമർത്തു. അതിനുശേഷം ആ ഡ്രോൺ മെഷീൻ ഗട്ടുവിനെ ഇവിടെ എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന് നീ നോക്കൂ. എടാ ഗട്ടു, നീ എന്താടാ കള്ളനെ പോലെ അവിടെ ഇവിടെ ഓടുന്നത്? നിന്റെ കൂടെയുള്ള ബട്ടു എവിടെ? മര്യാദക്ക് പറഞ്ഞോ. അത് പിന്നെ മന്മാണി സാറേ, നമ്മുടെ ഇവിടെ ബട്ടു, ആ ബട്ടൺ പെട്ടെന്ന് അമർത്തു. വെറുതെ കാറ്റ്. എന്താണ് സംഭവിക്കുന്നത്? എന്റെ ചായ മുഴുവൻ മറിഞ്ഞു പോയി. ഗട്ടു, നീയാണ് എന്തോ ചെയ്തിരിക്കുന്നത്. മര്യാദയ്ക്ക് എന്നെ താഴേക്ക് ഇറക്കിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ചമ്മക് സിംഗ്, ഞാനിതാ വന്നു സാറേ. സാറേ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ പോയാ ഞാൻ എങ്ങനെ വരാനാ സാറേ? എന്റെ പ്രൊഫസർ സാറേ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുമെന്ന് പെട്ടെന്ന് പറ. ഗട്ടുവിന് പകരമായിട്ട് ഇയാള് വന്ന് പെട്ടല്ലോ. ഇപ്പൊ ഞാൻ എന്തുട്ടാ ചെയ്യാ? മര്യാദയ്ക്ക് താഴേക്ക് ഇറക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയാൻ ഗ്രീൻ ബട്ടൺ അമർത്തു. ഗ്രീൻ ബട്ടൺ വേഗം, ഒന്ന് വേഗം അമർത്തു. നീ ഇതെന്താണ് ചെയ്തത്? ആ മന്മാണി താഴേക്ക് വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്തോടായിരുന്നോ? ഇപ്പൊ മന്മാണി മേലെ താഴെ വീണ നടുവൊടിഞ്ഞു പോവില്ലേ? നീ എന്തിനാ ഇതുപോലെയുള്ള വിട്ടിത്തം കാണിക്കുന്നത്? ശരി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ആ ചുമന്ന ബട്ടൺ ഒന്ന് പെട്ടെന്ന് അമർത്തു. രക്ഷിക്കൂ സാറേ, ഞാനിതാ വന്നു സാറേ. ഞാൻ എടുത്തോണ്ട് വരട്ടെ സാറേ? എന്റെ സാറേ, ഗട്ടു, ഇതെന്ത് കളിയാണ്? എന്നെ താഴേക്ക് ഇറക്കൂ. എടാ, ഞാൻ താഴെ വന്നാലുണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും മുകളിലേക്ക് അയക്കുന്നതായിരിക്കും. സംശയം വേണ്ട. എന്റെ പട്ടു, നീ എന്തായി കാണിച്ചത്? വേഗം ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് ജയിലിലിടുക അയാള്. വേഗം വേഗം വാ. അതെന്തോ ഡിഫറന്റ് ആയ സാധനാണല്ലോ, നമുക്കത് മോഷ്ടിക്കണം. എടാ പിള്ളേരെ, ആ ഡ്രോൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്ക്. നല്ലോണം ആലോചിക്ക്. ഞാൻ സിൻസിയറായിട്ട് ആലോചിക്കാണ് ബോസ്. നിങ്ങൾ ആലോചിച്ചതൊക്കെ മതി. മര്യാദയ്ക്ക് എന്റെ പുറകെ വാ. പുട്ട് കഴിക്കൂ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. കള്ളന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സാർ? നമസ്കാരം സാർ. എന്റെ കമ്പനി പുതിയതായിട്ട് ഒരു ഡ്രോൺ ഇറക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സെക്യൂരിറ്റി ഏജൻസി ഉള്ളതല്ലേ? എന്റെ ഡ്രോൺ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജീവനുള്ള സാധനമായാലും ജീവൻ ഇല്ലാത്ത സാധനമായാലും ഞങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ച് നിങ്ങൾ എളുപ്പത്തിൽ എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇത് വളരെ ഉപയോഗപ്രദമാണ്.
നിങ്ങളുടെ ഡ്രോൺ വേണമെങ്കിൽ സൂപ്പർ ആയിരിക്കാം, പക്ഷെ അതിനേക്കാളും ബെസ്റ്റ് ഡ്രോൺ എന്റെ കയ്യിലാ ഉള്ളത്. വേണമെങ്കിൽ ഇതാ നോക്കിയേ. ഐ ഡോണ്ട് ബിലീവ് സാർ. ഇങ്ങനെ ഒരു ഡ്രോൺ ആദ്യമായി ഉണ്ടാക്കിയത് ഞാനാണ് സാർ. ഞാൻ ഇത് ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്? ശരി, ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളുടെ അടുത്തുള്ള ഡ്രോൺ എങ്ങനെയാ വർക്ക് ആവുന്നെന്ന്. എനിക്കൊന്ന് കാണിച്ചു തരുമോ സാർ? പ്ലീസ് സാർ, ഒന്ന് വേഗാവട്ടെ. ആ ശരി ശരി വരൂ. ഈ ഡ്രോൺ എങ്ങനെയാ വർക്ക് ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് വാ. ഈ ബട്ടൺ അമർത്തിയാൽ ഡ്രോൺ പറക്കും. ഈ റെഡ് ബട്ടൺ കുറ്റവാളികളെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ റിലീസ് ചെയ്യാനുള്ളതാണ്. ഡെമോ കാണിച്ചതൊക്കെ മതി സാർ. ഇതെങ്ങനെ വർക്ക് ആവുന്നെന്ന് ഞാൻ ചെയ്തു നോക്കട്ടെ. ഈ ഡ്രോൺ ആരാ ഓപ്പറേറ്റ് ചെയ്യുന്നത്? താഴേക്ക് പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്? ഈ ഡ്രോണിന്റെ റിമോട്ട് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? നിനക്കിപ്പൊ ഞാൻ ഉത്തരം പറയാട്ടോ. അവിടെ നിൽക്കൂ. എടാ പിള്ളേരെ, പിള്ളത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. എങ്ങനെ ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേര് ആരുടേതാണ് ബോസ്? മിണ്ടാതിരുന്നില്ലെങ്കിൽ അവരെ പോലെ ഞാൻ നിങ്ങളെയും പറപ്പിക്കും. മനസ്സിലായോ? വേണ്ട, ഞങ്ങളെ താഴെ കിടക്ക്. എന്താ കാണിക്കുന്നത്? ബട്ടു, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ബട്ടു, വണ്ടി എടുക്കടാ. ഈ രണ്ടുപേരെയും നമുക്ക് ടൂറിന് കൂട്ടിട്ട് പോവാം. വേഗം വേഗം പോ. പറക്കടാ പറക്കടാ, നന്നായിട്ട് പറഞ്ഞോ. എവിടെയാണ് കൊണ്ടുപോയി ഇടാൻ പോകുന്നത്? ക്രൊക്കോഡൈൽ പാർക്ക്. ഇപ്പൊ കുറച്ചും കൂടി ജോളി ആയിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ചെറിയ ചെറിയ മുതലകൾ മാത്രമേ കാണൂ. ആവശ്യങ്ങളുടെ ഒപ്പം കളിച്ചോ. ഓടിക്കോ പട്ടു. ഗട്ടു, ആപത്ത് നമ്മളെ വിട്ട് പോയിട്ടില്ല. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? എടാ ഗട്ടു പട്ടു, ഞങ്ങൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല. അതിന് ഞാൻ വിടില്ല. എടാ പിള്ളേരെ, നിങ്ങൾ കണ്ടില്ലേ? ഇവരിങ്ങനെ പറക്കുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇന്ന് ഞാൻ ആ ഗട്ടുപട്ടുണ്ട കഥ കഴിക്കാൻ പോവാണ്. ഒരിക്കലും ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇനി അവരുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ട്? ബോസേ ബോസേ, അതെങ്ങനെ സാധിക്കും? എടാ, ഇത് എന്ത് ചോദ്യാടാ? ഒരു പക്ഷേ എന്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാലും ഈ കാട്ടിലുള്ള മൃഗങ്ങൾ അവരുടെ കഥ കഴിക്കാതെ വിടില്ല.
ഇവിടെ ആദാമും ഇല്ല, അവരുടെ സന്തതികളും ഇല്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സൂപ്പർ കട്ടു, നമ്മൾ രക്ഷപ്പെട്ട കട്ടു. നമ്മൾ ഇവിടുന്ന് പോവാൻ പോവാ. ഒരു കമ്പനി വരുന്ന കണ്ട. ഓഹോ എന്റെ ബട്ടു, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി അല്ല. അയാള് നമ്മളെ കഴിക്കാൻ വേണ്ടി വരിക. നോക്ക്. ആ, ഒരു വഴിയുണ്ട്. വേഗം ഇതിലേക്ക് കേറാൻ നോക്ക്. വരൂ വരൂ ബട്ടു, വാ. കമോൺ ബട്ടു, സ്കീയിങ് ചെയ്യാൻ തുടങ്ങിക്കോ. ആഹാ, ഇത് കൊള്ളാലോ. ആദ്യം മരത്തിലെ കാല് വെച്ച് കെട്ടാൻ പറഞ്ഞിട്ട് എന്നിട്ട് സ്കീ ചെയ്യാൻ പറയുന്നല്ലോ. ആ കരടിയുടെ അടുത്ത് രക്ഷപ്പെട്ട് ഈ മരത്തിൽ ഒന്ന് പെട്ടല്ലോ. നോ ബട്ടു. ഇവര് സ്കേറ്റ് ചെയ്ത് തന്നെ രക്ഷപ്പെടുന്ന തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് പോകണം. എന്റെ അമ്മ. ബട്ടു, എത്ര നേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ നമ്മൾ എന്താ ചെയ്യാനാ? നമ്മള് പുറത്തിറങ്ങിയ ഷെയർസിംഗ് ആ ഡ്രോൺ ഉപയോഗിച്ച് നമ്മള് പൊക്കിക്കൊണ്ടു പോകട്ടോ. മനസ്സിലാക്കിയോ? ശരി, ഒന്ന് ചെയ്യാം. പുറത്തു പോയിട്ട് നമുക്ക് ഏറ്റതുപോലെ ഒരു മുഖംമൂടി വാങ്ങിച്ചിട്ട് വരാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരെ. എന്റെ ഈശ്വര, ബിൽഡിംഗിൽ ബോംബ് പൊട്ടി. അവിടെ മോഷണം, ഇവിടെ മോഷണം, എവിടെ നോക്കിയാലും മോഷണം. എന്തുവാ? ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. നാട് മുഴുവൻ നീ ഡ്രോണ് വെച്ച് മോഷ്ടിച്ചോണ്ടിരിക്കുകയാണല്ലേ? നീ എന്താണ് മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിന്നോട് ചോദിക്കാൻ ആരും വരില്ലെന്നോ? പക്ഷേ ദേ ഞാൻ വന്നില്ലേ. നിന്നെ പിടിച്ചകത്തിടാതെ എനിക്ക് ഉറക്കമില്ല. എന്റെ അടുത്തുനിന്ന് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മനസ്സിലായോ നിനക്ക്? മന്മാനി സാറേ, ഒന്ന് നിർത്ത്. സമാധാനത്തോടെ ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളുടെ ഒപ്പം വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന അതിഥിയാണ്. നിങ്ങളെ ഞാൻ സൽക്കരിക്കട്ടെ. ആദ്യം ഇത്. മര്യാദയ്ക്ക് എന്നെ താഴേക്ക് ഇറക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ നിന്നെ പിടിക്കാൻ വന്ന ഇൻസ്പെക്ടറാണ്. എന്റെ അടുത്ത് നിന്റെ ഈ കളിയൊന്നും വേണ്ട. മര്യാദയ്ക്ക് എന്നെ താഴേക്ക് ഇറക്ക്. മന്മാനി സാരേ, ഒരാളുടെ സമയം എപ്പ വേണമെങ്കിൽ മാറാം. സാരേ, ഇപ്പൊ എനിക്ക് നല്ല സമയമാണ്. സോറി, വെരി സോറി. പ്ലീസ് എന്നെ വിട്ടേക്കൂ. ഞാൻ ഇനി ഒരിക്കലും നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ വിടൂ പ്ലീസ്. വിടില്ല. നിങ്ങളെ വിട്ടാൽ നിങ്ങൾ എന്നെ ജയിലിലാക്കും. നിങ്ങളെ വിട്ടാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ഗട്ടുവിനെയും ബട്ടുവിനെയും ഞാൻ പിടിച്ച് ജയിലിലിട്ടോളാം. ഈ ബട്ടൂടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നറിയോ? ഒരു പക്ഷേ നമ്മൾ ആ ഷെയർസിംഗിന്റെ കയ്യിൽ നിന്ന് ഡ്രോൺ എങ്ങനെയെങ്കിലും എടുത്താൽ എല്ലാ പ്രശ്നം സോൾവ്. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഹലോ, മന്മാനി സാറല്ലേ?
ഷേർസിംഗ് സാറേ, മൻമാനി സാറ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തന്നു വിട്ടതാ. നിങ്ങളിത് എടുത്തോളൂ. എന്തായാലും എന്റെ ജോലി തീർന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എടാ പിള്ളേരെ, കേട്ടില്ലേ അയാൾ പറഞ്ഞത്? ആ മൺമാനിയെ പാവെന്ന് വിചാരിച്ച് ജീവനോട് വിറ്റതുകൊണ്ട് അയാൾ ഇപ്പൊ എന്റെ ഫാൻ ആയിരിക്കുക. ഇനി കള്ളനും പോലീസും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് നല്ല കാര്യമാണല്ലോ, നല്ല കാര്യം. എന്താടാ ഇവിടെ നിന്ന് എന്റെ മോന്ത നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ ഗട്ടുപട്ടുനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് എന്റെ പാവം ഷാർക്കിന് ആ ഗട്ടുവിനെ ആഹാരമാക്കാൻ പോവാ. വേഗം വാ. സൂപ്പർ. നീ ആ ഷാർക്കിനെ എന്റെ ഫ്രണ്ടിനെ ഭക്ഷണമാക്കാൻ പോവാണോ? ഞാൻ വെറുതെ വിടില്ല. അവരെ പോയി പിടിക്ക്. ഇവന്മാരെങ്ങനെ ഇവിടെ എത്തി? ബട്ടു, കുറച്ചു നേരം കൂടി മിണ്ടാതിരുന്നിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും സംഭവമായിട്ട് നടന്നേനെ. നിനക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്തായാലും എത്തിയ സ്ഥിതിക്ക് എന്റെ ക്യാരറ്റ് പിടിച്ചോളൂ. ഞാൻ നിങ്ങളെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഗെട്ടോ ബോസ്, താങ്ക് യു. ഞാൻ വിടില്ലടാ, കാണിച്ചു തരാൻ. എന്ത് കാണിക്കാൻ പോകുന്നു? മറ്റൊരുത്തൻ. എന്നാ പിടിച്ചോ. അത് ശരി, എന്നാ പിടിച്ചോ. മാംഗോ ഷേക്ക്, ബനാന ഷേക്ക്, ചപ്പൽ ഷേക്ക് എല്ലാം പിടിച്ചോ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാണിച്ചു തരാം. മാംഗോ ഷേപ്പിന് ഭയങ്കര പവറാണല്ലോ. അനങ്ങിപ്പോകരുത്, അനങ്ങിപ്പോകരുത്. അവിടെ എനിക്കിതുപോലെ കണ്ടിന്യൂ ആയിട്ട് ഓടാൻ പറ്റില്ല ഷേർ സിംഗ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എടാ മണ്ട എന്താ ചെയ്യുന്നേ? അവിടെ പോയി ഫൈറ്റ് ചെയ്യാൻ നോക്കണ. അവന്റെ ഒരു ക്യാരറ്റും. വേണ്ട. ഷേർസിംഗ്, എന്റെ ക്യാരറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. അനങ്ങിപ്പോകരുത് ഷേർ സിംഗ്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. You all are under arrest. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ആ റിമോട്ട് എന്റെ അടുത്ത് തരൂ കേട്ടോ. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാനും ഒന്ന് പഠിക്കട്ടെ കേട്ടോ. സോറി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. എന്നെ താഴെ ഇടരുത്. എന്നെ രക്ഷിക്കാൻ എനിക്ക് പേടിയാവുന്നു. നിങ്ങള് വലിയ ആൾക്കാരല്ലേ, എനിക്ക് മാപ്പ് തരണം. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. പ്ലീസ് എന്നെ വിട്ടേക്കൂ. ഇതുവരെ നിങ്ങൾ ഞങ്ങൾ പ്രശംസിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ആ ഗട്ടുപട്ടുവിനെ പ്രശംസിക്കുന്നു ബോസ്. ഇനി ഞങ്ങൾ ആരും നിങ്ങളോട് മിണ്ടില്ല ബോസ്. ഇത് പെടലാനുള്ള നേരമല്ല. പ്ലീസ് എന്നോട് രക്ഷിക്കൂ.